ഹലോ ഫ്രണ്ട്സ്, ഹൈവേ കോഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ കാറിന്റെ വൈപ്പർ ബ്ലേഡ് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് മാറ്റാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ വൈപ്പർ ബ്ലേഡ് പുറത്തുനിന്ന് ആക്സറി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഷോറൂമിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അതിനൊരു ലേബർ ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളായിട്ട് സ്വന്തം മാറ്റുകയാണെങ്കിൽ ആ ലേബർ ചാർജ് നമുക്ക് ലാഭിക്കാം. ഇത് മാറ്റുന്നത് വളരെ സിമ്പിളാണ്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഏത് വൈപ്പർ ബ്ലേഡാണ് മാറ്റേണ്ടത്, ആ വൈപ്പർ ബ്ലേഡ് ഇങ്ങനെ ഒന്ന് പൊന്തിച്ച് വെച്ചിട്ട് ഇതിനൊന്നും ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലേക്ക് വരും. എന്നിട്ട് ഈ അടിയിലായിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ക്ലിപ്പ് പോലെ ഒന്നുണ്ടാവും. അതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ വൈപ്പർ ബ്ലേഡിനെ നേരെ താഴേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനിങ്ങനെ വലിച്ചെടുത്തിട്ട് ഊരിയെടുക്കാൻ തന്നെ ഉള്ളൂ. നമ്മൾ വൈപ്പർ ബ്ലേഡ് ഊരിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ തന്നെ ഫിറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എങ്ങനെ ഊരിയെടുത്തോ അതേ പൊസിഷനിൽ ഇതിനെ ഉള്ളിലേക്ക് വെക്കുക. കറക്റ്റ് ഗാഡിയിൽ കൊടുക്കണ പോലെ നമ്മൾ വെക്കണം. എന്നാലാണ് പിന്നെ വൈപ്പർ ബ്ലേഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഊരി പോരാണ്ടിരിക്കുള്ളൂ. ഇതിങ്ങനെ വെച്ചിട്ട് നേരത്തെ ഊരാൻ നമ്മൾ താഴേക്ക് തള്ളി ഇപ്പോൾ ഇത് നേരെ മേലേക്ക് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് നേരെ പഴയ പോലെ പൊസിഷനിലേക്ക് തള്ളുക. ഇപ്പോൾ വൈപ്പർ ബ്ലേഡ് നമുക്ക് മാറ്റണത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലേഡ് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു വൈപ്പർ ബ്ലേഡ് മാറ്റണമെങ്കിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ അവരടുത്ത് മാറ്റുകയാണെങ്കിൽ അവരൊരു 150-200 രൂപ ഇത് മാറ്റാനായിട്ട് വാങ്ങും. ഒരു 10 സെക്കൻഡിൻ്റെ പണിയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് ഇത് മാറ്റുന്നത്. നിങ്ങൾക്ക് അത് കൺവീനിയൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്